നമസ്കാരം, എല്ലാവർക്കും സദാൻ മെനുവിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഓണം വിഭവങ്ങളുടെ സീരീസിലെ മൂന്നാമത്തെ വീഡിയോ ആണ് ഇന്നത്തേത്. പുളി ഇഞ്ചിയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെയാണെന്ന് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്ന പൊടികളായിട്ടുള്ള ചേരുവകളാണ് ഇതൊക്കെ. അപ്പോൾ മഞ്ഞൾപ്പൊടി നമുക്ക് 1/4 ടീസ്പൂൺ വേണം. അതേപോലെ തന്നെ മുളക് പൊടി ഏകദേശം ഒരു 1/2 ടീസ്പൂൺ വേണം. പിന്നെ കായം ഒരു നുള്ള് മതിയാവും. പിന്നെ വേണ്ടത് കടുകാണ്. കടുക് ഏകദേശം ഒരു 1/2 ടീസ്പൂൺ എടുക്കുക. അതേപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പിടുക. അപ്പോൾ ഇനിയും ചേരുവകളുണ്ട്. അപ്പം ഞാനിതിൽ ചെറിയൊരു കഷ്ണം ശർക്കര എടുത്തിട്ടുണ്ട്. ഒരു മധുരത്തിന് വേണ്ടിയിട്ടുള്ളൊരു ശർക്കരയാണ് ഇത്. അപ്പോൾ ഇത് നമ്മൾ ഉരുക്കിയെടുക്കണം. ഉരുക്കിയിട്ട് അരച്ച് മാറ്റി വെക്കുക കേട്ടോ. ഏകദേശം ഒരു 1/4 ഗ്ലാസ് വെള്ളം ചേർത്തിട്ടൊന്ന് ഉരുക്കി മാറ്റി വെക്കുക. പിന്നെ വേണ്ടത് ഇഞ്ചിയാണ്. ഞാനിപ്പോൾ ഏകദേശം ഒരു 50 ഗ്രാം ഇഞ്ചി ഇതുപോലെ വളരെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ പച്ചമുളക് 50 ഗ്രാം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ താളിക്കാൻ ആവശ്യത്തിന് കറിവേപ്പില കുറച്ച് അധികം എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടത് പുളിയാണ്. ഇപ്പോൾ ഇത് ഏകദേശം ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളി ഇതുപോലെ എടുത്തിട്ടുണ്ട് ഞാൻ. ഇനി നമുക്കിതൊന്ന് വെള്ളത്തിലിട്ടിട്ടൊന്ന് കുതിർത്ത് വെക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഒരു 2 ഗ്ലാസോളം വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമുക്ക് പുളിയിഞ്ചി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിനകത്തേക്ക് കടുകിട്ട് പൊട്ടിക്കുക. കടുക് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം നമ്മൾ ഇതിനകത്തേക്ക് ഉണക്കമുളക് ചേർക്കണം. അപ്പോൾ ഞാൻ ഉണക്കമുളക് ആദ്യം പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ ഉണക്കമുളക് ഏകദേശം ഒരു 3 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. 3ഓ 4ഓ എടുക്കാം കേട്ടോ. അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ ഉണക്കമുളക് ചേർക്കുന്നതിൻ്റെ കൂടെ തന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ഞാൻ കുറച്ചധികം കറിവേപ്പില ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഉണക്കമുളക് കരിയാതെ സൂക്ഷിക്കുക കേട്ടോ. ഫ്ലെയിമൊക്കെ ഒന്ന് കുറച്ച് വെക്കുക. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിപ്പോൾ ചട്ടിയിലായതുകൊണ്ടാണ് ഇങ്ങനെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ചേർക്കേണ്ടത് ഇഞ്ചിയാണ്. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി നമുക്കിതിനകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ അതിൻ്റെ ആ ഒരു പച്ച മണമൊക്കെ ഒന്ന് മാറണം. അപ്പോൾ അതേപോലെ തന്നെ ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് വരണം. അതാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള പാകം. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇഞ്ചിയൊക്കെ ഇതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട്. പച്ചമുളക് നമ്മൾ പിന്നീട് ചേർക്കാം. ആദ്യം ഇഞ്ചി മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് പച്ചമുളക് ചേർക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇഞ്ചിയൊക്കെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് പച്ചമുളക് ചേർക്കാം. ഇപ്പോൾ ഇതാ ഞാൻ ഇതിനകത്തേക്ക് പച്ചമുളകും ചേർത്തിട്ടുണ്ട്. ഇനി ഇതും നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇതിൻ്റെ ആ ഒരു പച്ചമണക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതിയാകും. അപ്പോൾ നിങ്ങൾക്ക് എരിവ് കുറച്ച് കുറവ് മതിയെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് കുറച്ച് കുറയ്ക്കാം കേട്ടോ. അപ്പോൾ ഏകദേശം ഞാൻ 5 പച്ചമുളക് വലിയ പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ചിട്ടൊന്ന് കുറച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നോക്കിക്കേ, നമ്മുടെ പച്ചമുളക് ഇഞ്ചിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നല്ല മണമാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കാം. അതുകൊണ്ട് നന്നായിട്ട് ഫ്ലെയിം കുറച്ച് വയ്ക്കുക. കാരണം നല്ല ചൂടുള്ള ചട്ടിയിലേക്ക് പൊടികളൊക്കെ ചേർക്കുന്ന സമയത്ത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നന്നായിട്ട് ഫ്ലെയിം കുറച്ച് വയ്ക്കുക. ഇനിയിപ്പോൾ ആദ്യം നമ്മൾ ചേർക്കുന്നത് ഉപ്പാണ്. നമ്മൾ ഇതുവരെ ഉപ്പൊന്നും ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഉപ്പ് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിനകത്തേക്ക് ചേർക്കേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ഞാൻ 1/4 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി ചേർക്കേണ്ടത് മുളക് പൊടിയാണ്. മുളക് പൊടി ഏകദേശം 1/2 ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട്. മുളക് പൊടി നിർബന്ധമില്ല. നിങ്ങൾക്ക് എരിവിന് വേണമെങ്കിൽ മുളക് പൊടി ചേർക്കാവുന്നേ ഉള്ളൂ. ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കാരണം പെട്ടെന്ന് കരിഞ്ഞു പോവും. ഇനി ഇതിനകത്തേക്ക് ചേർക്കേണ്ടത് കായമാണ്. കായം ഒരു നുള്ള് ചേർത്താൽ മതിയാവും. കായ കട്ടയാണെങ്കിൽ അങ്ങനെയും ചേർക്കാം കേട്ടോ. ചെറിയൊരു കഷ്ണം ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ പൊടികളെല്ലാം ചേർത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ചേർക്കേണ്ടത് പുളിവെള്ളമാണ്. നമ്മൾ ഓൾറെഡി പുളി നമ്മൾ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഏകദേശം 2 ഗ്ലാസോളം വെള്ളം ചേർത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് പുളി പിഴിഞ്ഞിട്ട് എടുക്കാം. അപ്പോൾ പുളിയുടെ വെള്ളത്തിന് ഞാൻ 2 വലിയ ഗ്ലാസ്സാണ് ഞാൻ ചേർത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിതിൻ്റെ കൂടെ തന്നെ ശർക്കര പാനിയാക്കിയത് ഞാൻ ഇതിനകത്തേക്ക് ചേർക്കുന്നുണ്ട്. ഓൾറെഡി ഞാനത് അരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യുന്നതിന് മുന്നേ തന്നെ ശർക്കര പാവ് കാച്ചിയിട്ട് അത് അരിച്ച് വെക്കാം. അതും ഇതിൻ്റെ കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ അഴുക്കൊന്നും ഇല്ലയെന്ന് ഉറപ്പാണെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് ഇതിനകത്തേക്ക് ശർക്കര ചേർത്ത് കൊടുക്കാവുന്നതാണ്, കുഴപ്പമൊന്നുമില്ല. ഈ ഒരു സമയത്ത് ആഡ് ചെയ്താൽ മതിയാവും. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ പുളി പോരാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ പുളി ജ്യൂസാക്കിയിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. തിളച്ച് നന്നായിട്ട് കുറുകി പുളിയിഞ്ചിയുടെ ആ ഒരു പരുവം വരുന്ന വരെ നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത് നോക്കിക്കേ, നമ്മുടെ പുളിയിഞ്ചി റെഡി ആയിട്ടുണ്ട്. നല്ല കട്ടിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനിയും കുറുക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ നന്നായിട്ട് കുറുക്കിയെടുക്കുകയാണെങ്കിൽ കുറേ നാൾ ഇത് കേടുകൂടാതെ നിൽക്കുന്നതായിരിക്കും. ഇത് നമുക്ക് ഉടനെ സദ്യക്കൊക്കെ വിളമ്പാനാണെങ്കിൽ ഈ ഒരു പാകം മതിയാവും. ഇല്ല നിങ്ങൾക്ക് കുറേ നാൾ സൂക്ഷിച്ച് വെക്കാനാണെങ്കിൽ കുറച്ചും കൂടെ കുറുക്കി എടുക്കാവുന്നതാണ്. അതിൻ്റെ ആ ഒരു ജലാംശമൊക്കെ പോകുന്നത് വരെ നമുക്ക് കുറുക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പുളി ഇഞ്ചി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഓണത്തിന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.